സ്വന്തം താവളമാക്കി മാറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ചവിട്ടിമെതിക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നാം കാണുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇറാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന മിസൈൽ ആക്രമണം നടത്തിയതായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകണമെന്നാണ് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ സേനയായ IRGCയുടെ പബ്ലിക് റിലേഷൻസ് പ്രഖ്യാപിച്ച 10ാം തരംഗത്തിൽ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ട വീരത്തെ തളർത്താനല്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. ഞങ്ങൾ മുട്ടുമടക്കില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ലോക പോലീസുകാരൻ ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇറാന്റെ ആ അതിവേഗ പ്രത്യാക്രമണം. സ്വന്തം മണ്ണിൽ വിദേശാധിപത്യം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടുമായി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ ഇത് കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ചോരക്കളമാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കുള്ള അന്ത്യകുദാശയാണ്. സുരക്ഷിത താവളങ്ങളിലിരുന്ന് യുദ്ധം പ്ലാൻ ചെയ്യുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ നിന്നുയരുന്ന ഓരോ മിസൈലും ഒരു കഠിനമായ മുന്നറിയിപ്പാണ്. വൻശക്തികളുടെ ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ അസാമാന്യ ധീരത ലോകത്തെ അടിച്ചമർക്കപ്പെട്ട ഓരോ ജനതക്കും നൽകുന്ന ആവേശം ചെറുതല്ല. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനി അധിനിവേശത്തിന്റെ കരിനിഴൽ വീഴിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം. ഇസ്രായേലിനെയും ഗൾഫ് മേഖലയിലുടനീളം അമേരിക്കൻ സേനക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട തിരിച്ചടി വെറും പ്രതികാരമല്ല, നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രമല്ല എന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയാണത്. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ എന്നിവ നേരിട്ടിട്ടും സ്വന്തം പ്രതിരോധ ശേഷി സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമായി ഇറാൻ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ശക്തരായ സൈനിക സഖ്യങ്ങളെ നേരിടുമ്പോഴും പിന്മാറാതെ നിലകൊണ്ട ഈ സമീപനം ചെറിയ രാജ്യങ്ങൾക്ക് പോലും സ്വയം രക്ഷ സാധ്യമാണെന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണമായി പലരും കാണുന്നു. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, എംബസികളും വ്യാപകമായാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക അവകാശപ്പെട്ട ആധുനിക യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഷോക്കാണ്. നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കിയത്. ഇത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ സേന ഇസ്രായേലിനെതിരായ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന്റെ ഇരട്ടിയിലധികം പ്രഹരം ഇറാന് നൽകുമ്പോൾ ഇറാൻ സൈന്യത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ കൂടിയാണ് തെറ്റുന്നത്. ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തി തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ ശൃംഖലയില്ലാത്ത സാഹചര്യത്തിൽ പോലും തങ്ങളുടെ പരിമിതികളെ തന്നെ തന്ത്രപരമായ ശക്തിയാക്കി മാറ്റിയതായാണ് ഇറാന്റെ സൈനിക ചിന്താഗതിയുടെ പ്രത്യേകത. ബലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവ ചേർന്ന ഒരു ബഹുസ്തുര പ്രതിരോധ ശൃംഖലയാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചത്. 2000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങളെ എത്തിച്ചേരാൻ കഴിയുന്ന ശേഷി, സാങ്കേതിക മേൽക്കോയ്മയുള്ള രാജ്യങ്ങളെ പോലും സുരക്ഷാ കണക്കുകൾ പുനർപരിശോധിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ യുദ്ധതന്ത്രത്തിലെ ആദ്യഘട്ട ആയുധങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഫത്തെ, സോൾഫാഗർ, ഖിയാം-1 പോലുള്ള സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ മുന്നറിയിപ്പ് സമയത്തിനുള്ളിൽ തുടർച്ചയായി വിക്ഷേപിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇത് വെറും ആക്രമണ ശേഷിയല്ല, കൃത്യമായ ആസൂത്രണവും സ്വയം വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലുമുള്ള ആത്മവിശ്വാസവും ചേർന്ന പ്രതിരോധ മാതൃക തന്നെയാണ്. സാങ്കേതികമായി ശക്തരായ രാജ്യങ്ങളെ പോലും ചെലവേറിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന അസമമായ യുദ്ധരീതിയുടെ ഉദാഹരണമാണിത്. ഇടത്തരം ദൂരപരിധിയുള്ള ഷഹാബ്-3, ഇമാദ്, ഖുറാം ഷെഹർ, സജൽ തുടങ്ങിയ മിസൈലുകൾ ഇറാന്റെ തന്ത്രപരമായ സ്വാധീനം വ്യാപിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഖര-ഇന്ധന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സജിൽ മിസൈൽ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ആക്രമണവും പ്രതിരോധവും ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നൽകുന്നു. വലിയ സൈനിക ശക്തികളെ പോലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ
ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാക്കുന്ന ആയുധങ്ങളായാണ് ഇവയെ വിശകലകർ വിലയിരുത്തുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഈ യുദ്ധത്തിന്റെ ഗണിതം തന്നെ മാറ്റിയതായി പറയപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കാവുന്ന ഷഹേദ് ശ്രേണി ഡ്രോണുകൾ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കുന്ന സാച്ചുറേഷൻ ആക്രമണ രീതിക്ക് വഴിയൊരുക്കുന്നു. വില കുറഞ്ഞെങ്കിലും തന്ത്രപരമായി വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഈ സംവിധാനങ്ങൾ സാമ്പത്തികമായി വലിയ രാജ്യങ്ങളോട് പോലും സമനിലയിൽ നിലകൊള്ളാൻ കഴിയുന്ന പുതിയ യുദ്ധമാതൃകയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പ്രതിരോധത്തിന്റെ മറ്റൊരു പ്രധാന അടിസ്ഥാനം ഭൂഗർഭ മിസൈൽ നഗരങ്ങളാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ച സംഭരണ കേന്ദ്രങ്ങളും രഹസ്യ വിക്ഷേപണ താവളങ്ങളും ആദ്യ ആക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഒരാക്രമണം കൊണ്ട് തന്നെ സൈനിക ശേഷി തകർന്നു പോകില്ലെന്ന ഉറപ്പ് നൽകുന്ന ഈ സംവിധാനം ദീർഘകാല പ്രതിരോധത്തിനുള്ള ഇറാന്റെ തയ്യാറെടുപ്പിനെയും ദൂരദർശിത്വത്തിനെയും വ്യക്തമാക്കുന്നു. കടൽ മേഖലയിലും ഇറാൻ തന്ത്രപരമായ ശക്തി പ്രകടിപ്പിക്കുന്നു. ലോകത്തിന്റെ ഊർജ്ജ വ്യാപാരത്തിന്റെ ജീവരേഖയായ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇറാനെ ആഗോള സാമ്പത്തിക ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് ഉയർത്തുന്നു. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, നാവിക മൈനുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ എന്നിവ ചേർന്ന അസമമായ നാവികതന്ത്രം വലിയ നാവികസേനകൾക്ക് പോലും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി വെറും ആയുധങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, തന്ത്രപരമായ സ്ഥാനബലത്തിലും ആസൂത്രണത്തിലുമാണെന്നതിന്റെ തെളിവ് കൂടിയാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച സമീപനം വെറും പ്രതികാരമല്ല, അത് ധൈര്യത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും ദേശീയ അഭിമാനത്തിന്റെയും രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും മറികടന്ന സ്വന്തം സാങ്കേതിക വിദ്യയും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത രാജ്യം ലോകത്തിലെ വൻ ശക്തികളോട് പോലും ഭയപ്പെടാതെ നിലകൊള്ളണമെന്ന സന്ദേശമാണ് നിലവിൽ ഇറാൻ നൽകുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം ഒരു യുദ്ധം മാത്രമല്ല, ശക്തി എന്ന ആശയം തന്നെ പുനർനിർവചിക്കപ്പെടുന്ന ചരിത്രഘട്ടമെന്നും ആ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഇറാൻ ഉറച്ച നിലയിൽ നിൽക്കുകയാണെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സമാധാനമെന്ന ആവശ്യത്തെ പോലും തള്ളി ഒറ്റയ്ക്ക് നിന്ന ഇറാൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അട്ടിമറി നടത്താനും അമേരിക്കക്ക് കഴിയുകയില്ല. കരസേനയെ അയച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിയറ്റ്നാമിന്റെ അനുഭവമായിരിക്കും. കൂറ്റൻ പർവ്വതങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഇറാൻ ശത്രുക്കളെ സംബന്ധിച്ച് ഒരു കെണിയായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. മിസൈലിന്റെ കാര്യത്തിൽ മാത്രമല്ല, കരസേനയുടെ കാര്യത്തിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്നതിനാൽ അവിടെ അതിക്രമിച്ചു കയറുന്നവർക്ക് പിടിച്ചു നിൽക്കുക എന്നത് എന്തായാലും സാധ്യമുള്ള കാര്യമേയല്ല.